നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാത്രിയുടെ മറവിൽ മൂന്നാർ മുതിരപ്പുഴയാറിലേക്ക് ശുചിമുറി മാലിന്യം നിക്ഷേപിച്ച ഹോട്ടലിനെതിരെ നടപടി. പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്നുള്ള മാലിന്യമാണ് മോട്ടോർ ഉപയോഗിച്ച് മുതിരപ്പുഴയിലേക്ക് തള്ളിയത്. ഉപ്പുതറയിൽ ആദിവാസി സമരം. ഉപ്പുതറ മുല്ല ഉന്നതിയിലേക്കുള്ള റോഡ് പണി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസികൾ ഉപ്പുതറ പഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തി. കരാറെടുത്ത കരാറുകാരൻ 1.5 വർഷം കഴിഞ്ഞിട്ട് നിർമ്മാണം നടത്താത്തതിനെതിരെയാണ് സമരം. ദേശീയപാത 85-ലെ നേര്യമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാഹനയാത്രികരുടെ സുരക്ഷയ്ക്കുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം. വേനൽക്കാലം ആരംഭിച്ചതോടെ കഴിഞ്ഞ ദിവസം പകൽ ദേശീയപാതയോരത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായി. കരുണാപുരത്തെ കളിക്കള വിവാദത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഇന്നലെ വിയോജനക്കുറിപ്പ് നൽകി. കളിക്കുവാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവാക്കളുടെ നേതൃത്വത്തിൽ കൂട്ടാറിൽ പന്തം കൊളുത്തി പ്രകടനവും മൗനജാഥയും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. രാത്രിയുടെ മറവിൽ മൂന്നാർ മുതിരപ്പുഴയാറിലേക്ക് ശുചിമുറി മാലിന്യം നിക്ഷേപിച്ച ഹോട്ടലിനെതിരെ നടപടി. പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്നുള്ള മാലിന്യമാണ് മോട്ടോർ ഉപയോഗിച്ച് മുതിരപ്പുഴയിലേക്ക് തള്ളിയത്. മാലിന്യം തള്ളാൻ ഉപയോഗിച്ച മോട്ടോർ അടക്കം ജീവനക്കാരെ പോലീസ് പിടികൂടി. 50,000 രൂപ പിഴയിട്ട ഗ്രാമപഞ്ചായത്ത്. ഹോട്ടൽ അടച്ചുപൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത്. സഞ്ചാരികളുമായിട്ടെത്തിയ ഡ്രൈവറാണ് മാലിന്യ നിക്ഷേപം കണ്ടെത്തി പോലീസിൽ അറിയിച്ചത്. ഇന്നലെ രാത്രിയിലാണ് പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം മുതിരപ്പുഴയിലേക്ക് തള്ളിയത്. സഞ്ചാരികളുമായിട്ടെത്തിയ ഡ്രൈവർ മോട്ടോർ ഉപയോഗിച്ച മാലിന്യം തള്ളുന്ന കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പോലീസിൽ അറിയിച്ചു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് മാലിന്യം തള്ളാൻ ഉപയോഗിച്ച മോട്ടോർ അടക്കം പിടികൂടുകയും 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഹോട്ടലിനെതിരെ പോലീസ് കേസെടുത്തു. അപ്പോൾ തൊട്ടടുത്തുള്ള പാർക്കിനോട് ചേർന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്ന് ഇന്നലെ സെപ്റ്റി ടാങ്ക് മാലിന്യം തള്ളുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ ഡ്രൈവർമാർ അത് പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിഷേധിച്ച സമയത്ത് ഈ ഹോട്ടൽ ജീവനക്കാർ ഞങ്ങളുടെ കാറിലേക്കല്ലല്ലോ ഈ വേസ്റ്റ് തള്ളുന്നത്, പുഴയിലേക്കല്ലേ എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുകയും ആ വേസ്റ്റ് തള്ളുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഞങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നെ ഈ പമ്പും സെറ്റും എല്ലാം കൂടി ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്തു. പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മാലിന്യം തള്ളിയതായി കണ്ടെത്തിയതോടെ വെസ്റ്റ്വുഡ് ഹോട്ടലിനെതിരെ 50,000 രൂപ പിഴയടയ്ക്കുകയും ചെയ്തു. ഒപ്പം ഹോട്ടൽ അടച്ചു പൂട്ടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. ഒരു കാരണവശാലും സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കില്ല. അതിനോടൊപ്പം തന്നെ വകുപ്പ് മേധാവികൾക്കും പോലീസിലേക്കും നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതായിരിക്കും എന്നവരെ കൂടി അറിയിക്കും. മൂന്നാറിനെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് അടക്കം മാലിന്യപ്പെടുത്തുന്ന ഇത്തരക്കാർക്കെതിരെ കർശന നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കി. പഞ്ചായത്ത് രാജ് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഉൾപ്പെട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനത്തിനെതിരെയും ശക്തമായ ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഹോട്ടലായാലും ലോഡ്ജുകളായാലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനത്തിലും ശക്തമായ നടപടി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. അതേസമയം മൂന്നാറിലെ പല ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാതെയാണെന്നും ഇത്തരം സംഭവങ്ങൾ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് നടപടി സ്വീകരിക്കുന്നതെന്നും പരിശോധനകൾ ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റുവേഷൻ മൂന്നാർ. ഉപ്പുതറയിൽ ആദിവാസി സമരം. ഉപ്പുതറ മുല്ല ഉന്നതിയിലേക്കുള്ള റോഡ് പണി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസികൾ ഉപ്പുതറ പഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തി. ഉള്ളാട മഹാസഭ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി NR മോഹനൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്താണ് റോഡിന് 15 ലക്ഷം രൂപ അനുവദിച്ചത്. കരാറെടുത്ത കരാറുകാരൻ 1.5 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം നടത്താത്തതിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ മുല്ല ആദിവാസി ഉന്നതിയിൽ 15ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കിഴുകാനത്തു നിന്നും മുല്ലയിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമല്ല. ഇത് കാരണം സ്കൂൾ കുട്ടികളും മറ്റ് സ്ഥലങ്ങളിൽ കൂലിപ്പണിക്ക് പോകുന്നവരും ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മുല്ലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഊരുകൂട്ടം പലതവണ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകി. ഇക്കാര്യം സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ വർഷം കിഴുക്കാനം ഈട്ടിപ്പടി മുല്ല റോഡിന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി 15 ലക്ഷം രൂപ അനുവദിച്ചത്.
15 ലക്ഷം രൂപ അനുവദിച്ച് കിടക്കുന്ന ഊരുമുപ്പം പറഞ്ഞു. ഇതുവരെയായിട്ട് ഈ റോഡിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ വയ്യാത്ത അമ്മ ഇവിടെ നിത്യരോഗിയായിട്ട് കിടക്കുക. ഒരു വണ്ടി കയറി വരണമെങ്കിൽ ഒരു മരിച്ചാൽ പോലും ആ വണ്ടി ഇവിടെ കയറി വരില്ല. പിന്നെ ഇതുപോലെ ഒരു വീട് പണിയണമെങ്കിൽ തന്നെ സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ റോഡില്ല. ആദ്യമായാണ് മുല്ല ഉന്നതിയിൽ ഒരു സർക്കാർ ഫണ്ട് അനുവദിക്കുന്നത്. തുടർന്ന് കരാർ നടപടി പൂർത്തിയാക്കി. എന്നാൽ ജില്ലാ പഞ്ചായത്ത് അംഗവും ഊരുമൂപ്പനും പലതവണ ആവശ്യപ്പെട്ടിട്ടും പണി തുടങ്ങാൻ കരാറുകാരൻ തയ്യാറായില്ല. ഉടൻ പണി തുടങ്ങുമെന്ന് പലതവണ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ മാർച്ച് വരെ സമയമുണ്ടെന്നാണ് കരാറുകാരൻ ഇപ്പോൾ പറയുന്നത്. 30 വർഷം പഴക്കമുള്ള റോഡാണിത്. ഈ റോഡിൻ്റെ അവസ്ഥ ഇത്രയും വർഷക്കാലമായിട്ടും ഇത് തന്നെയാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 8 മാസം മുമ്പ് ഈ റോഡ് പണിക്ക് വേണ്ടി 15 ലക്ഷം രൂപ വകയിരുത്തി അതിൻ്റെ എഗ്രിമെൻ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുമുള്ളതാണ്. ഇതുവരെയായിട്ടും ഈ 8 മാസ കാലത്തിനോടിടയ്ക്ക് ഈ റോഡിൻ്റെ പണികൾ ഒരു മിറ്റിൽ കഷ്ണം പോലും ഇറക്കാത്തൊരു അവസ്ഥയിലാണ്. പണി തുടങ്ങാൻ താമസിക്കുന്നത് തങ്ങളോടുള്ള അവഗണനയാണെന്നാണ് ഊരുമൂപ്പൻ KK ബിനോയ് ആരോപിച്ചു. പഞ്ചായത്തിലെ എയും ജില്ലാ പഞ്ചായത്ത് അധികൃതരും പലതവണ കരാറുകാരനുമായി ബന്ധപ്പെട്ടിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഊരുമൂപ്പനുമായി ചർച്ച നടത്തിയെങ്കിലും ജില്ലാ പഞ്ചായത്ത് എഇ രേഖാമൂലം ഉറപ്പ് നൽകിയാലേ സമരം അവസാനിപ്പിക്കുകയുള്ളൂവെന്ന് ബിനോയ് അറിയിച്ചു. വിവരം ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസിനെയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും അറിയിച്ചിട്ടുണ്ട്. സമരം ഇപ്പോഴും തുടരുകയാണ്. സിറ്റി വിഷൻ, ഉപ്പുതറ. ദേശീയപാത 85-ലെ നേരിമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാഹനയാത്രികരുടെ സുരക്ഷയ്ക്കായുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം. ദേശീയപാതയിലോ പാതയോരത്തോ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ സൗകര്യമൊരുക്കണമെന്ന ആവശ്യം. വേനൽക്കാലം ആരംഭിച്ചതോടെ കഴിഞ്ഞ ദിവസം പകൽ ദേശീയപാതയോരത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായി. ദേശീയപാത കടന്നുപോകുന്ന നേരിമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. വേനൽക്കാലം ആരംഭിച്ചതോടെ കഴിഞ്ഞ ദിവസം പകൽ ദേശീയപാതയോരത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായി. മുൻവർഷങ്ങളിലും വേനൽക്കാലത്ത് നേരിമംഗലം വനമേഖലയിൽ ദേശീയപാതയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചിരുന്നു. പകൽ സമയത്തും രാത്രികാലത്തും ഒരേപോലെ കാട്ടാനകളെ ഭയന്ന ആളുകൾ യാത്ര ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും യാത്രക്കാർക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാവുകയും ചെയ്തിരുന്നു. പകൽ പാതയോരങ്ങളിൽ കാട്ടാനകളെ കണ്ടാൽ ആളുകൾ വാഹനം നിർത്തി ആനകളെ കാണുകയും ചിത്രങ്ങൾ പകർത്തുകയുമൊക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഇത് ചിലപ്പോൾ അപകടത്തിൽ ഇടവരുത്തിയേക്കാം. ഈ സാഹചര്യത്തിലാണ് ദേശീയപാതയിലോ പാതയോരത്തോ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ യാത്രക്കാർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. പകൽ സമയത്ത് എന്ന പോലെ രാത്രികാലത്തും ദേശീയപാതയിലൂടെ വാഹനയാത്രികർ ധാരാളമായുണ്ട്. വിനോദസഞ്ചാരികളും ധാരാളമായി എത്തുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കാട്ടാനകളുടെ സാന്നിധ്യം യാത്രക്കാരെ കൃത്യമായി അറിയിക്കാനുള്ള സംവിധാനമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. കരുണാപുരത്തെ കളിക്കള വിവാദത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ ഇന്നലെ വിയോജനക്കുറിപ്പ് നൽകി. കളിക്കുവാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ കൂട്ടാറിൽ പന്തം കൊളുത്തി പ്രകടനവും മൗനജാഥയും നടത്തി. മുൻ പഞ്ചായത്ത് ഭരണസമിതി യുവാക്കൾക്ക് കളിക്കുവാനായി പഞ്ചായത്തിന് മുന്നിലെ കളിക്കളം നൽകുവാൻ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം അട്ടിമറിച്ചുകൊണ്ടാണ് നിലവിലെ ഭരണസമിതി യുവാക്കളെ കളിക്കുന്നതിൽ നിന്നും വിലക്കുന്നതെന്ന പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജനക്കുറിപ്പിൽ പറയുന്നു. പഞ്ചായത്ത് ഇപ്പോൾ പറയുന്നത് നമ്മൾ അവിടെ പന്ത് കളിക്കാൻ പാടില്ല എന്നാണ്. 2024 മാർച്ച് മാസം 12-ാം തീയതി കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി അസന്നിഗ്ധമായി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു മാർഗങ്ങളിലേക്ക് യുവാക്കൾ പോകാതെ യുവാക്കളുടെ കായികക്ഷമതയെ വർദ്ധിപ്പിക്കുകയും അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൂട്ടാർ പബ്ലിക് മാർക്കറ്റിൽ ബസ് സ്റ്റാൻഡിൽ അനുവദിച്ച സ്ഥലത്ത് പന്ത് കളിക്ക് അനുവാദം കൊടുക്കുമെന്ന് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതേസമയം യുവാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും മൗനജാഥയും നടത്തി. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇതേസമയം യുവാക്കൾക്ക് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
30 ദിവസത്തിനുള്ളിൽ വാക്കുപാലിച്ച് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് UDF മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കുഴിത്തുളു പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുകയും ജയിച്ചാലും തോറ്റാലും 30 ദിവസത്തിനുള്ളിൽ ഗതാഗതയോഗ്യമാക്കുമെന്ന് പ്രദേശവാസികൾക്ക് നൽകിയ വാക്കുപാലിച്ച മെമ്പർ 30 ദിവസം പിന്നിടുന്നതിന് മുൻപേ സ്വന്തം ചെലവിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തകർന്നു കിടന്ന 100 മീറ്റർ ദൂരം ഗതാഗതയോഗ്യമാക്കി നൽകി. മാർച്ച് മാസത്തിന് മുൻപ് തൊഴിലുറപ്പിൽപ്പെടുത്തി റോഡിന്റെ തകർന്നു കിടക്കുന്ന 100 മീറ്റർ കോൺക്രീറ്റ് ചെയ്ത് നൽകുമെന്നും മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ UDF മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രദേശവാസികൾക്ക് നൽകിയ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ച് ശ്രദ്ധേയരാകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ കുഴിത്തൊഴു പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ മെമ്പർ ജയിച്ചാലും തോറ്റാലും 30 ദിവസത്തിനുള്ളിൽ റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ആ വാഗ്ദാനം പാലിച്ച് 30 ദിവസം പിന്നിടുന്നതിനു മുന്നേ തന്നെ സ്വന്തം ചിലവിൽ മണ്ണുമാറ്റി യന്ത്രം ഉപയോഗിച്ച് റോഡിന്റെ തകർന്നു കിടന്ന ഭാഗങ്ങൾ ഗതാഗതയോഗ്യമാക്കി. വർഷങ്ങളായി പരിപാലനക്കുറവ് മൂലം കുഴികൾ നിറഞ്ഞും മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്ന ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. വയോധികരും വിദ്യാർത്ഥികളും രോഗികളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പൂർണ്ണമായും തകർന്ന ഏകദേശം 100 മീറ്റർ ദൂരമാണ് അടിയന്തരമായി പുനരുദ്ധരിച്ചത്. യന്ത്രസഹായത്തോടെ മണ്ണ് നിറച്ച് നിരപ്പാക്കി താൽക്കാലികമായി ശക്തിപ്പെടുത്തിയതോടെ ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഉൾപ്പെടെ സാധാരണ ഗതാഗതം പുനഃസ്ഥാപിക്കാനായി. ഏകദേശം 50ഓളം കുടുംബങ്ങൾ താലൂക്ക് ആസ്ഥാനത്തേക്കും ചെമ്മണ്ണാറിലേക്കും ഉടുമ്പൻചോലയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനായി ആശ്രയിക്കുന്ന പ്രധാന വഴിയാണിത്. റോഡ് തുറന്നതോടെ ദിവസേനയുള്ള യാത്രാ സമയം കുറയുകയും അടിയന്തര ആവശ്യങ്ങൾക്ക് വേഗത്തിൽ എത്തിച്ചേരാനും സാധിച്ചതായി നാട്ടുകാർ പറയുന്നു. പ്രദേശവാസികൾ മെമ്പറുടെ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തി. അത് നന്നായി കൊടുക്കുക എന്നുള്ളത് വലിയ സന്തോഷപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മെമ്പർ അതിനകത്ത് ഉത്സാഹിച്ചു. മെമ്പർ പറഞ്ഞ ആദ്യത്തെ ശമ്പളം ഇതിനു വേണ്ടി വിനിയോഗിച്ചേക്കാന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷം. ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് ഞങ്ങളവിടെ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പരിപാടികൾ. ആ മുഹൂർത്താർ ഭാഗം കണ്ടില്ല, ഞങ്ങൾ ചെമ്പരത്തിയെല്ലാം വളഞ്ഞ് റോഡിലോട്ട് നടക്കാൻ പോലും വരാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. മാർച്ച് 30 മുൻപായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് കോൺക്രീറ്റ് ചെയ്ത് സ്ഥിരമായ പരിഹാരം ഒരുക്കുമെന്നും മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ അറിയിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും സഹകരണത്തോടെ സുസ്ഥിരമായ രീതിയിൽ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് പഞ്ചായത്തിന് ലഭിക്കാവുന്ന ആദ്യ വേതനം തന്നെ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ സന്മനസ്സോടുകൂടി ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം വരുന്ന ഈ മാർച്ചിന് 30-നകം ഇത് കോൺക്രീറ്റ് ചെയ്ത് ഇതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തി റോഡിന്റെ ജോലികൾ മാർച്ച് 31-നകമായി പൂർത്തീകരിക്കാൻ സാധിക്കും. വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഒതുക്കാതെ സമയബന്ധിതമായി നടപ്പാക്കുന്ന ജനപ്രതിനിധിത്വമാണ് ജനാധിപത്യത്തിന്റെ ആത്മാവെന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടി. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. കാർഷികം. സംസ്ഥാനത്തെ മികച്ച മാതൃകാ കർഷകനായ രാജക്കാട് സ്വദേശി കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ ശീതകാല പച്ചക്കറികളുടെ വിളവെടുപ്പ് നടത്തി. രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ വിളവെടുപ്പ് നടത്തി. രാജക്കാട് SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ കൃഷിയിടത്തിലെത്തി കൃഷ്ണൻ കണ്ടമംഗലത്തിനെയും ഭാര്യ രാധയെയും ആദരിച്ചു. എല്ലാവരും ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്യുമ്പോൾ കൃഷ്ണൻ കണ്ടമംഗലം എന്ന കർഷകന് ജീവിതമാണ് കൃഷി. സമയവും കാലവുമില്ലാതെ കൃഷിയിടത്തിൽ അധ്വാനിക്കുന്ന കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ ഇത്തവണത്തെ ശീതകാല പച്ചക്കറികളുടെ വിളവെടുപ്പ് നടന്നു. നാടൊന്നാകെ ചേർന്ന ഒരു ഉത്സവമാക്കി മാറ്റി വിളവെടുപ്പ്. പാകമായ ചൈനീസ് കാബേജ്, ബീൻസ്, പയർ, തക്കാളി അടക്കമുള്ളവയുടെ വിളവെടുപ്പാണ് നടത്തിയത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ വിളവെടുപ്പ് നടത്തി.
തൊട്ടറിയുന്ന മണ്ണിനെ തൊട്ടറിയുന്ന ഒരു വ്യക്തിയെ എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിൽ തന്നെ എനിക്ക് പറയുവാൻ സാധിക്കും. ഞാനും ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയുവാൻ സാധിക്കും, അത് മറ്റാരുമല്ല രാജാക്കാട് പഞ്ചായത്തിൻ്റെ കൃഷിക്കാരനായി അല്ലെങ്കിൽ ഏറ്റവും എളിമയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന കണ്ണമംഗലത്തെ കൃഷ്ണൻ ചേട്ടനും കുടുംബവുമാണ്. SNDP യോഗം രാജാക്കാട് ശാഖായോഗത്തിന്റെ പ്രസിഡന്റ് സാബു വാവലക്കാട്ട് അടക്കമുള്ള നേതാക്കൾ നേരിട്ടെത്തി കൃഷ്ണൻ കണ്ടമംഗലത്തിനെയും ഭാര്യയെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ നല്ലൊരു കൃഷിക്കാരൻ, ഏറ്റവും നമ്പർ 1 കൃഷിക്കാരൻ നമുക്ക് അഭിമാനത്തോടെ പറയാം. അങ്ങനെ കൃഷി ചെയ്യുന്നതാണ് കണ്ടമംഗലത്തെ കൃഷ്ണൻ ചേട്ടനും. അതിൻ്റെ കൂടെ അവരുടെ വീട്ടിലുള്ള എല്ലാവരും കൂടിയാണ് ഈ കൃഷി ഭംഗിയായിട്ട് ചെയ്യുന്നത്. തികച്ചും ജൈവ രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്ന കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ പച്ചക്കറി വാങ്ങാൻ നിരവധി ആളുകളാണ് കൃഷിയിടത്തിലേക്ക് നേരിട്ടെത്തുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 63ാമത് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർതൃ സമ്മേളനവും ഹയർ സെക്കൻഡറി സ്ഥാപിതമായതിന്റെ സിൽവർ ജൂബിലി സമാപനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 63ാമത് വാർഷിക ദിനാഘോഷവും അധ്യാപക രക്ഷകർതൃ സമ്മേളനവും ഹയർ സെക്കൻഡറി സ്ഥാപിതമായതിന്റെ സിൽവർ ജൂബിലി സമാപനവും സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെട്ടു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജോമോൻ ടിവിക്ക് സ്നേഹനിർഭരമായ യാത്രയയപ്പും നൽകി. സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ഫ്രാൻസിസ് ചുനിയമ്മാക്കൽ പതാക ഉയർത്തി. പൊതുസമ്മേളനത്തിൽ ഹെഡ്മാസ്റ്റർ ബിജു VJ സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ അഗസ്റ്റിൻ MA റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ഫ്രാൻസ് ചുനിയമ്മാക്കൽ അധ്യക്ഷ പ്രസംഗം നടത്തി. പൊതുസമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അക്കാഡമിക വർഷം നമ്മുടെ കുട്ടികൾ നേടിയെടുത്ത ഉജ്ജ്വലമായ വിജയങ്ങൾ, അത് പാഠ്യമേഖലയിൽ, പാഠ്യേതര രംഗത്ത്, വിവിധങ്ങളായ മത്സരങ്ങളിൽ, കലാകായിക മേഖലയിൽ, അതോടൊപ്പം തന്നെ ശാസ്ത്രമേള ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രോഗ്രാമുകളിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയ എല്ലാവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ്. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി വിദ്യാലയം 25 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ ജൂബിലി ആഘോഷത്തിന്റെ സമാപനത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഉടുമ്പൻചോല MLA MM മണി മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജോർജ് തകിടിയൽ ഫോട്ടോ അനാച്ഛാദനം ചെയ്ത് സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രഥമ മാനേജർ ഫാദർ മാത്യു തേക്കുംകാട്ടിൽ ജൂബിലി സന്ദേശം നൽകി. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമ്മി എലിസബത്ത് ജേക്കബ് സ്കൂൾ പത്രം പ്രകാശനം ചെയ്തു.
നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബീന ബിജു, ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിമ്മി ജോർജ്, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് പള്ളിവാതുക്കൽ, മുൻ പ്രിൻസിപ്പൽ ശ്രീ ജോയി കെ ജോസ്, മുൻ ഹെഡ് മിസ്ട്രസ് കരോളിൻ ജോസ്, PTA പ്രസിഡന്റ് ബിജു ഇടുക്കാർ, MPTA പ്രസിഡന്റ് നിസ്മി ജോസഫ്, അധ്യാപക പ്രതിനിധി നിഷ ഫിലിപ്പ്, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി അമേയ സാജു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ജോമോൻ TV മറുപടി പ്രസംഗം നടത്തി. അധ്യാപക പ്രതിനിധി മനോജ് തോമസ് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ പ്രതിഭകൾ അവതരിപ്പിച്ച കലാവിരുന്നും നടത്തപ്പെട്ടു. സിറ്റി വിഷൻ, ചെമ്മണ്ണാർ. മുരിക്കുംതൊട്ടി സെന്റ് മരിയ ഗൊരേത്തി UP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യ ആലോചനാ യോഗം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആദ്യ യോഗം സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു. മുരിക്കുംതൊട്ടി സെന്റ് മരിയ ഗൊരേത്തി UP സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെയും ഭാഗമായി ആദ്യ ആലോചന യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. 50 വർഷത്തെ അഭിമാനകരമായ വിദ്യാഭ്യാസ സേവനത്തിന്റെ സ്മരണയായി സംഘടിപ്പിക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജറും ഇടവക വികാരിയുമായ ഫാദർ ജോസഫ് കോയിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്കുള്ള മൂല്യ കൈമാറ്റമാണെന്നും ആ ദൗത്യം കൃത്യമായി നിർവഹിച്ച സ്ഥാപനമാണ് സെന്റ് മരിയ ഗൊരേത്തി UP സ്കൂളെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരുടെയും പഠനങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 5-8 വർഷമായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഞങ്ങൾ അന്ന് മാമലത്ത് 10ാം ക്ലാസ് പാസ്സായത് 113 വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഒരു ബാച്ചിൽ പാസ്സായത്. അതിൽ ഏകദേശം ഒരു 60-70ഓളം ആളുകൾ ഇപ്പോഴും എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് കൂടും. ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരിക്കും ആ ദിവസം. ഒത്തിരി ദൂരതയൊക്കെയാണ് പലരും, പക്ഷെ എല്ലാവരും അവധിയൊക്കെ നോക്കി വരികയും സന്തോഷത്തോടെ ആ ദിവസം പങ്കിടുകയും യാത്ര ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം പങ്കുവയ്ക്കുന്ന, ഓർമ്മകൾ പുതുക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂള് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം എന്ന് പറയാൻ നമുക്കറിയാം. നമ്മുടെ സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സുസ്ഥിരവും ക്രമബദ്ധവുമായി നടത്തുന്നതിനായി 9ഓളം കമ്മിറ്റികൾ യോഗത്തിൽ രൂപീകരിച്ചു. മുൻ അധ്യാപകനായ ജോസ് അലനോലിക്കലിനെ ജൂബിലി കൺവീനറായി തെരഞ്ഞെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 8-ാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുവാനും ഫെബ്രുവരി 10-ാം തീയതി വാർഷികാഘോഷവും യാത്രയയപ്പും നടത്തുവാനും തീരുമാനിച്ചു. 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ സമൂഹത്തിന്റെ എല്ലാ പിന്തുണയോടെയും ചരിത്രപ്രധാനമായ ഈ ആഘോഷം വിജയകരമാക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ കുടുംബം. ആലോചന യോഗത്തിൽ അധ്യാപകർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൊതുപ്രവർത്തകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ അണിനിരക്കാൻ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത്. പുതിയ ഭരണസമിതിയുടെ പ്രഥമ പഞ്ചായത്ത് കമ്മിറ്റിയിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ അണിനിരക്കാൻ തീരുമാനമെടുത്തതായി പഞ്ചായത്ത് ഭരണസമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച് പ്രമേയം അവതരിപ്പിച്ചതായും ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ടു പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ അണിനിരക്കാൻ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഭരണസമിതി സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു വള്ളോംപുരയിടം അവതാരകനായും പഞ്ചായത്ത് അംഗം CK ജിതിൻ അനുവാദകനായും ആദ്യ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തിന്മേൽ പഞ്ചായത്ത് പരിധിയിൽ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ടു പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ ആദ്യ യോഗം ഇന്നലെയായിരുന്നു. ഞങ്ങൾ ഏറ്റവും ആദ്യത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് കൊന്നത്തടി പഞ്ചായത്തിൽ വ്യാപകമായിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു വ്യാപനം കുറയ്ക്കുന്നതിനും കുറ്റകൃത്യങ്ങളിൽ നിന്നും യുവാക്കളെയും യുവതികളെയും മുക്തരാക്കുന്നതിനും, അതുപോലെ തന്നെ 13 വാർഡുകളിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ 19 വാർഡുകളിൽ ഉള്ള മെമ്പർമാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതികൾ, അതായത് എല്ലാ സംഘടനകളെയും, വലിയ അമ്പലങ്ങൾ, SBT ക്ലബ്ബുകൾ, വായനശാലകൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി, എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തോടുകൂടി ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഇതിൻ്റെ ഒരു പ്രവർത്തനം കുറയ്ക്കുന്നതിനൊരു ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, പോലീസ്, എക്സൈസ്, ക്ലബ്ബുകൾ, വായനശാല എന്നിവരുടെ സഹകരണത്തോടെ കമ്മിറ്റികൾ രൂപീകരിച്ച പഞ്ചായത്ത് പരിധിയിൽ ബോധവൽക്കരണം നടത്തും. യുവതീ-യുവാക്കളെ കായിക വിനോദങ്ങൾ, വ്യായാമം എന്നിവയിൽ കൂടുതൽ പങ്കാളികളാക്കാൻ ശ്രമം നടത്തും. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് കൗൺസിലിംഗ്, ചികിത്സ ഉൾപ്പെടെ പുനരധിവാസം ഉറപ്പാക്കണമെന്നും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. ഈ പദ്ധതികൾ നടപ്പിലാക്കുവാൻ 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി DPCക്ക് പദ്ധതി സമർപ്പിക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK പ്രസാദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബി പേടിക്കാട്ടുകുന്നേൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു വള്ളംപുരിയിടം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോസ്, പഞ്ചായത്ത് അംഗം ജിതിൻ CK എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കൊന്നത്തടി. അറിവിനോടൊപ്പം രുചി വൈവിധ്യങ്ങളുടെ ലോകം തുറന്നിട്ട് വണ്ടൻമേട് ആമയാർ MES ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാർത്ഥികളിലെ പാചക നൈപുണ്യവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച രുചിമേളം 2026 ഭക്ഷ്യമേള നാടിന് പുത്തൻ അനുഭവമായി. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് മേള ഉദ്ഘാടനം ചെയ്തു. നാവിൻ തുമ്പിൽ കപ്പയും മീൻകറിയും മുതൽ അറബിക് വിഭവങ്ങളുടെ സുഗന്ധം വരെ ആമയാർ MES ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണം ഇന്ന് വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുടെ സംഗമഭൂമിയായി മാറി. കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന നാടൻ വിഭവങ്ങൾക്കൊപ്പം സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, കോണ്ടിനെന്റൽ, അറബിക് വിഭവങ്ങളും മേളയിൽ അണിനിരന്നു. പഴമയുടെ രുചിയൂറുന്ന പലഹാരങ്ങളും ഔഷധഗുണമുള്ള ഭക്ഷണങ്ങളും മേളയിലെ പ്രധാന ആകർഷണമായിരുന്നു. കൂടാതെ ആരോഗ്യദായകമായ മില്ലറ്റുകൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങൾ കൊണ്ടുള്ള വ്യത്യസ്ത പരീക്ഷണങ്ങളും സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പാഠപുസ്തക പഠനത്തിനപ്പുറം വിദ്യാർത്ഥികളിൽ പാചകകലയോടുള്ള താല്പര്യവും സംരംഭകത്വ മികവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ അധികൃതർ ഈ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ വിഭവങ്ങൾ രുചിച്ചറിയാൻ PTA ഭാരവാഹികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് വിദ്യാലയത്തിലെത്തിയത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വരും തലമുറയ്ക്ക് ഭക്ഷണത്തിന്റെ പോഷകമൂല്യത്തെക്കുറിച്ചും വൈവിധ്യത്തെക്കുറിച്ചും അവബോധം നൽകാൻ ഇത്തരം മേളകൾ ഉപകരിക്കുമെന്ന് സൂസൻ ജേക്കബ് പറഞ്ഞു. തനതായ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പ് മാറ്റാനുള്ള ഒരു മാർഗം മാത്രമല്ല, അത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, നമ്മുടെ ആരോഗ്യബോധത്തിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനം കൂടിയാണ്. ഈ ഫുഡ് ഫെസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു MES ഹൈസ്കൂൾ പ്രധാന അധ്യാപിക മായ വസുന്ധര ദേവി, PTA പ്രസിഡന്റ് ലൗലി സാജു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അധ്യാപകരായ സബിത M സലീം, റിയാസസ്, ഹസീന MK എന്നിവർ മേളയ്ക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കുമളി. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി 1-ാം മൈൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സണ്ണി മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 1-ാം മൈൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് സ്വീകരണം നൽകിയത്. 1-ാം മൈലിൽ നടന്ന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് CV ഈപ്പൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സണ്ണി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ച് നിന്നാൽ നമുക്ക് അനേകം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. തീർച്ചയായും പഞ്ചായത്തും പഞ്ചായത്ത് സംവിധാനങ്ങളുമായി എന്നുമെന്നും സഹകരിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ്, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം മാൻസി ജെയിംസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീല ടീച്ചർ, കൂടാതെ ബ്ലോക്കിലെയും പഞ്ചായത്തിലെയും തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് അംഗങ്ങളും സ്വീകരണം ഏറ്റുവാങ്ങി. 1-ാം മൈൽ യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, വനിതാ വിംഗ്, യൂത്ത് വിംഗ് അംഗങ്ങൾ ചേർന്ന് ജനപ്രതിനിധികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. 1-ാം മൈൽ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് ചടങ്ങിൽ വാഗ്ദാനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം മാൻസി ജെയിംസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി.
യൂണിറ്റ് ജനറൽ സെക്രട്ടറി TT തോമസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബിജുമോൻ നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിന് മാറ്റുകൂട്ടുവാൻ ഏഞ്ചൽ ബിജു, റേച്ചൽ ചാക്കോ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ, വെള്ളി ഗ്രാമിന് 292 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാത്രിയുടെ മറവിൽ മൂന്നാർ മുതിരപ്പുഴയാറിലേക്ക് ശുചിമുറി മാലിന്യം നിക്ഷേപിച്ച ഹോട്ടലിനെതിരെ നടപടി. പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ് വുഡ് ഹോട്ടലിൽ നിന്നുള്ള മാലിന്യമാണ് മോട്ടോർ ഉപയോഗിച്ച് മുതിരപ്പുഴയിലേക്ക് തള്ളിയത്. ഉപ്പുതറയിൽ ആദിവാസി സമരം. ഉപ്പുതറ മുല്ല ഉന്നതിയിലേക്കുള്ള റോഡ് പണി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസികൾ ഉപ്പുതറ പഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തി. കരാറെടുത്ത കരാറുകാരൻ 1.5 വർഷം കഴിഞ്ഞിട്ട് നിർമ്മാണം നടത്താത്തതിനെതിരെയാണ് സമരം. ദേശീയപാത 85 നേര്യമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാഹനയാത്രികരുടെ സുരക്ഷയ്ക്കുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം. വേനൽക്കാലം ആരംഭിച്ചതോടെ കഴിഞ്ഞ ദിവസം പകൽ ദേശീയപാതയോരത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായി. കരുണാപുരത്തെ കളിക്കള വിവാദത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഇന്നലെ വിയോജനക്കുറിപ്പ് നൽകി. കളിക്കുവാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവാക്കളുടെ നേതൃത്വത്തിൽ കൂട്ടാറിൽ പന്തം കൊളുത്തി പ്രകടനവും മൗനജാഥയും നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.